ഹലോ, നമുക്കും ചിക്കൻ ചുട്ടാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് മല്ലി മുളകൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് സ്പൈസസും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അര സവോളയും അര തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തൈരും കൂടെ വേണം കേട്ടോ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു കാശ്മീരി ചില്ലി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിട്ടതിന് ശേഷം അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതും കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ചിക്കൻ ഒന്ന് നല്ലോണം വരിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലിടുക. എന്നിട്ട് അത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഒരു 3 മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിൽ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് ഗ്രില്ലെടുത്തിട്ട് അതിൽ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഓരോ ചിക്കനായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മാറ്റി വെച്ച് നമുക്ക് കണലൊന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് കണലൊന്ന് ആയി കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ ചിക്കൻ എടുത്ത് വെച്ച് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ടിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്കൊന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്.